ഹായ് ഫ്രണ്ട്സ്, PSC ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഡിസംബറിൽ നടക്കാനിരിക്കുന്ന 10th പ്രിലിമിനറിക്ക് വേണ്ടിയിട്ടുള്ള 50 ഡേ ടൈം ടേബിളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 26ാമത്തെ ദിവസമാണ്. അപ്പോൾ നമ്മളിപ്പോൾ GK ക്ലാസ്സുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ അടിസ്ഥാന വിവരങ്ങളുടെ ഒരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്നത് കേരളത്തിലെ നദികളെ പറ്റിയിട്ടാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ പോയിന്റും ഇതിൽ പറയുന്ന എല്ലാ പോയിന്റ്സ് നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടാവണം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ കവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ആ വീഡിയോസൊക്കെയുള്ള പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതേപോലെ ഇതിൻ്റെയൊക്കെ PDFകൾ നമ്മൾ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെലഗ്രാമിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവരെ ജോയിൻ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആയിട്ട് നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2024 PSC ചോദിച്ചിട്ടുള്ള കറണ്ട് അഫെയറും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാമിൽ പോൾസ് ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ അതും ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ നദികൾ എന്ന് പറയുമ്പോൾ 1974 കേരള സർക്കാരിൻ്റെ വിജ്ഞാപന പ്രകാരം 15 കിലോമീറ്ററോ അതിൽ കൂടുതലോ നീളമുള്ള ജലപ്രവാഹങ്ങളെയാണ് കേരളത്തിലെ നദിയായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ കേരളത്തിലെ നദിയായി കണക്കാക്കുന്നത് 15 കിലോമീറ്ററോ അതിൽ കൂടുതലോ നീളമുള്ള ജലപ്രവാഹങ്ങളെയൊക്കെ നമുക്ക് നദിയായിട്ട് കണക്കാക്കാം. അപ്പോൾ കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം എത്രയാണ്? 44 നദികളുണ്ട്. അതിൽ 41 എണ്ണം പടിഞ്ഞാറോട്ട് ഒഴുകുന്നവയാണ്, 3 എണ്ണം കിഴക്കോട്ട് ഒഴുകുന്നവയാണ്. 41 എണ്ണം പടിഞ്ഞാറും 3 എണ്ണം കിഴക്കോട്ട് ഒഴുകുന്നവയാണ്. അതേതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. എപ്പോഴും ചോദിക്കുന്നതാണ് കബനി, ഭവാനി, പാമ്പാർ. കബനി, ഭവാനി, പാമ്പാർ. അപ്പോൾ അതിൽ ഏറ്റവും വലുത് ഈ കിഴക്കോട്ട് ഒഴുകുന്നതിൽ ഏറ്റവും വലുത് കബനിയാണ്, ഏറ്റവും ചെറുത് പാമ്പാറുമാണ്. അതും കൂടെ നോക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ 15 കിലോമീറ്ററോ അതിൽ കൂടുതലോ നീളമുള്ള ജലപ്രവാഹങ്ങളെ നമ്മൾ നദികൾ എന്ന് പറയുക. കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം 44 അതിൽ 41 എണ്ണം പടിഞ്ഞാറോട്ടും 3 എണ്ണം കിഴക്കോട്ടുമാണ് ഒഴുകുന്നത്. അപ്പോൾ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാറാണ്. അതിൽ വലുത് കബനിയും ചെറുത് പാമ്പാറുമാണ് കിഴക്കോട്ട് ഒഴുകുന്നതിൽ. ഇനി 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള 11 നദികളാണ് ഉള്ളത്. 100 കിലോമീറ്ററിൽ കൂടുതൽ അധികം നീളമുള്ള കേരളത്തിലെ നദികളുടെ എണ്ണം 11 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ്? കാസർഗോഡാണ്. കാസർഗോഡാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല. എത്ര നദികൾ ഒഴുകുന്നുണ്ട്? 12 നദികളാണ് കാസർഗോഡിലൂടെ ഒഴുകുന്നത്. ഇനി വടക്കേ അറ്റത്തുള്ള നദിയാണ് ഏത്? മഞ്ചേശ്വരം. തെക്കേ അറ്റത്തുള്ള നദിയാണ് നെയ്യാർ. വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരവും തെക്കേ അറ്റത്തുള്ള നെയ്യാറുമാണ്. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാ? പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാറാണ്. ഏറ്റവും ചെറിയ നദി ഏതാ? മഞ്ചേശ്വരം പുഴയാണ്. മഞ്ചേശ്വരം പുഴയാണ് ഏറ്റവും ചെറിയ നദി. അപ്പോൾ ഈ വലിയ നദിയുടെ നീളം നമ്മൾ പഠിച്ചിരിക്കണം 244. മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. 244 കിലോമീറ്റർ ആണ്. ചെറുതാണെങ്കിൽ 16 കിലോമീറ്റർ ആണ്. ഇനി കടലിൽ പതിക്കുന്ന ഏറ്റവും ചെറിയ നദി, കടലിൽ പതിക്കുന്ന ഏറ്റവും ചെറിയ നദി രാമപുരം പുഴയാണ്. രാമപുരം പുഴ അല്ലെങ്കിൽ രാമപുരം നദിയാണ്. അതിൻ്റെ നീളം 19 കിലോമീറ്റർ ആണ് കേട്ടോ. അതിൻ്റെ നീളം 19 കിലോമീറ്റർ ആണ്. കടലിൽ പതിക്കുന്ന ഏറ്റവും ചെറിയ നദിയാണ്. ഇനി ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്ന് പറയുന്നത് അയിരൂർ പുഴയാണ്. അയിരൂർ പുഴയാണ്. അത് 17 കിലോമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ, അത് 16 കിലോമീറ്റർ ആണ്. അപ്പോൾ ഈ 17 കിലോമീറ്റർ ആണ് രണ്ടാമത്തെ ഏറ്റവും ചെറിയ നദി കേട്ടോ. ഏറ്റവും ചെറുത് 16 കിലോമീറ്ററുള്ള മഞ്ചേശ്വരം പുഴയാണ്. രണ്ടാമത് ഏറ്റവും ചെറുതായിട്ട് വരുന്നത് അയിരൂർ പുഴയാണ്. പക്ഷേ ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറുത് ചോദിച്ചാൽ അയിരൂർ പുഴയാണ്. കേരളത്തിലെ ഏറ്റവും ചെറുത് മഞ്ചേശ്വരം ആണെങ്കിൽ ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറുത് അയിരൂർ പുഴയാണ്. കടലിൽ പതിക്കുന്ന ഏറ്റവും ചെറിയ നദി രാമപുരം നദിയാണ്. ഇനി നമുക്ക് ഓരോന്നിനെ പറ്റിയിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം നോക്കാം. പെരിയാർ. അപ്പോൾ പെരിയാറിൻ്റെ നീളം പഠിച്ചിരിക്കണം, കാരണം കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ്. പെരിയാർ എന്ന് പറയുന്നത്. ഇനി പെരിയാർ ഉത്ഭവിക്കുന്നത് എവിടുന്നാണ്? തമിഴ്നാട്ടിലെ ശിവഗിരി മലയിൽ നിന്നാണ് പെരിയാർ ഉത്ഭവിക്കുന്നത്. പെരിയാർ ഒഴുകുന്ന ജില്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഇടുക്കി, എറണാകുളം ജില്ലകളിലൂടെയാണ് പെരിയാർ ഒഴുകുന്നത്.
ചൂർണി എന്നറിയപ്പെടുന്നത്, പൂർണ്ണ എന്നറിയപ്പെടുന്നത്, അതുപോലെ തന്നെ കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് എല്ലാം എന്താണ്? പെരിയാറാണ്. അപ്പം ശങ്കരാചാര്യരാണ് പൂർണ്ണ എന്ന് പരാമർശിച്ച നദി. ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിച്ച നദിയാണ്. അതേപോലെ തന്നെ കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന പേരിൽ പരാമർശിക്കുന്ന നദിയാണ് പെരിയാർ. അപ്പോൾ പേര് നോട്ട് ചെയ്ത് വെക്കുക, ചൂർണി, പൂർണ്ണ, അതേപോലെ കേരളത്തിൻ്റെ ജീവരേഖ എന്നൊക്കെ അറിയപ്പെടുന്നത് പെരിയാറാണ്. ഇനി അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള നദി, ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി, ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി എന്നൊക്കെ ചോദിച്ചാൽ പെരിയാറാണ്. കൂടുതൽ അണക്കെട്ടുകൾ, ജലവൈദ്യുത പദ്ധതികൾ, പോഷക നദികൾ എല്ലാം കൂടുതലുള്ള നദി പെരിയാറാണ്. അതേപോലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദിയാണ് പെരിയാറും ഉണ്ട്, ചാലിയാറും ഉണ്ട്. ചാലിയാറും പെരിയാറുമാണ് ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദി. ഇനി ആലുവ പുഴ എന്നും കാലടി പുഴ എന്നൊക്കെ അറിയപ്പെടുന്നു. ആലുവ പുഴ, കാലടി പുഴ എന്നൊക്കെ അത് അറിയപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ മാർത്താണ്ഡം പുഴ, മംഗലപ്പുഴ എന്നിങ്ങനെ രണ്ടായിട്ട് പെരിയാർ പിരിയുന്ന സ്ഥലം. ഓക്കെ, എന്നിങ്ങനെ രണ്ടായി പിരിയുന്ന സ്ഥലം, രണ്ടായി പെരിയാറ് പിരിയുന്ന സ്ഥലം ഏതാണ്? പിരിയുന്ന സ്ഥലമാണ് ആലുവ. ആലുവയിൽ വെച്ചിട്ടാണ് എന്തായിട്ട് മാറുന്നത്? മാർത്താണ്ഡം പുഴയെന്നും മംഗലം പുഴയെന്നും പെരിയാർ രണ്ടായിട്ട് വിഭജിക്കുന്നുണ്ട്. ഇനി പെരിയാറിൻ്റെ പതനസ്ഥാനം എവിടെയാണ്? വേമ്പനാട്ട് കായലാണ്. വേമ്പനാട്ട് കായലാണ് പെരിയാറിൻ്റെ പതനസ്ഥാനം. ഇനി പെരിയാറിലുള്ള ജലവൈദ്യുത പദ്ധതികൾ ചോദിച്ചിട്ടുള്ളതാണ്. ഏതൊക്കെയാണ്? നേര്യമംഗലം ഉണ്ട്, നേര്യമംഗലം, അതേപോലെ തന്നെ ചെങ്കുളം, നേര്യമംഗലം, ചെങ്കുളം, പള്ളിവാസൽ, അതേപോലെ പന്നിയാർ. ഇത്രയും പഠിച്ചു വയ്ക്കുക. ഓക്കെ, നേര്യമംഗലം ജലവൈദ്യുത പദ്ധതി പെരിയാറിലാണ്. ചെങ്കുളം ജലവൈദ്യുത പദ്ധതി, പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി, പന്നിയാർ ജലവൈദ്യുത പദ്ധതി ഒക്കെ എവിടെയാണ്? പെരിയാറിലാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതൊക്കെ ചോദിച്ചിട്ട് തന്നെയാണ് എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്, അതിൻ്റെ നീളം, അതേപോലെ ഒഴുകുന്ന ജില്ലകൾ, പിന്നെ ഈ പേര് പൂർണ്ണ, ചൂർണി, കേരളത്തിൻ്റെ ജീവരേഖ. അതേപോലെ തന്നെ ഇത് ചോദിച്ചിട്ടുണ്ട് മാർത്താണ്ഡം പുഴയെന്നും മംഗലപ്പുഴയെന്നും വേർപിരിയുന്നത് എവിടെ വെച്ചിട്ടാണ്? ആലുവയിൽ വെച്ചിട്ടാണ്. വേമ്പനാട്ട് കായലാണ് പതനസ്ഥാനം. ഇതിലെ ജലവൈദ്യുത പദ്ധതികളും പഠിച്ചു വയ്ക്കാം. ഇനി പെരിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നതാണ് ഏതൊക്കെ? തട്ടേക്കാട് പക്ഷി സങ്കേതം, തട്ടേക്കാട് പക്ഷി സങ്കേതം, അതേപോലെ തന്നെ തേക്കടി വന്യജീവി സങ്കേതം, അതുപോലെ ഏതാണ്? ആലുവ അദ്വൈത ആശ്രമം സ്ഥിതി ചെയ്യുന്നതൊക്കെ എവിടെയാണ്? ഈ പെരിയാറിൻ്റെ തീരത്താണ്. അതേപോലെ പെരിയാർ വന്യജീവി സങ്കേതം, അത് ആ പേരിൽ തന്നെയുണ്ട്. പെരിയാർ വന്യജീവി സങ്കേതം, തേക്കടി വന്യജീവി സങ്കേതം, തട്ടേക്കാട് പക്ഷി സങ്കേതം, ആലുവ അദ്വൈതാശ്രമം ഒക്കെ സ്ഥിതി ചെയ്യുന്നത് പെരിയാറിൻ്റെ തീരത്താണ്. ഇനി പെരിയാറിൽ സ്ഥാപിച്ചിട്ടുള്ള അണക്കെട്ടുകൾ ഏതൊക്കെയാണ്? പെരിയാറിൽ സ്ഥാപിച്ചിട്ടുള്ള അണക്കെട്ടുകളാണ് ഭൂതത്താൻ കെട്ട്. അത് ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഭൂതത്താൻ കെട്ട് എറണാകുളമാണ് കേട്ടോ, എറണാകുളമാണ്. പിന്നെ അതേപോലെ തന്നെ മുല്ലപ്പെരിയാർ അണക്കെട്ട്, പിന്നെ അതേപോലെ തന്നെ കുളമാവ്, പിന്നെ ചെങ്കുളം, പൊന്മുടി അണക്കെട്ട്, അതേപോലെ തന്നെ ഏതാണ്? ചെറുതോണി അണക്കെട്ട്, ഇത്രയൊക്കെ പഠിച്ചു വയ്ക്കുക. ഭൂതത്താൻ കെട്ട് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്, എറണാകുളമാണ്. പിന്നെ മുല്ലപ്പെരിയാർ അണക്കെട്ട്, കുളമാവ്, ചെങ്കുളം, പൊന്മുടി, ചെറുതോണിയൊക്കെ പെരിയാറിൽ സ്ഥാപിച്ചിട്ടുള്ള അണക്കെട്ടുകളാണ്. ഇനി പെരിയാറിൽ വെള്ളപ്പൊക്കമുണ്ടായ വർഷം എന്ന AD 1341. AD 1341. അപ്പോൾ ഈ പെരിയാറിലെ വെള്ളപ്പൊക്കം മൂലം നശിക്കാനിടയായ തുറമുഖം ഏതാണ്? ഈ വെള്ളപ്പൊക്കം മൂലം നശിച്ച തുറമുഖമാണ് കൊടുങ്ങല്ലൂർ തുറമുഖം. ഓക്കെ, ഇനി പെരിയാറിൽ 1924 ഇതൊക്കെ പെരിയാറിലത്തെ കാര്യം തന്നെയാണ് പറയുന്നത്. ഓക്കെ, പെരിയാറിൽ 1924 ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി. 1924 വെള്ളപ്പൊക്കം അറിയപ്പെടുന്നത് 99 വെള്ളപ്പൊക്കം എന്നാണ്. 99 വെള്ളപ്പൊക്കം.
കാരണം ഇത് മലയാള മാസം 1099 ഉണ്ടായിട്ടുള്ളത്. 1099 മലയാള മാസം 1099, അല്ലാതെ ഇംഗ്ലീഷ് മാസം ഏതാണ് 1924 അപ്പോൾ അത് ആ വെള്ളപ്പൊക്കം നമ്മൾ 99 വെള്ളപ്പൊക്കം എന്നും അറിയപ്പെടാറുണ്ട്. ഇനി പെരിയാറിൻ്റെ പോഷക നദികൾ പഠിക്കണം, ചോദിക്കാറുള്ളതാണ്. മുല്ലയാർ ചോദിച്ചിട്ടുണ്ട്, മുല്ലയാർ. അതുപോലെ തന്നെ മുതിരപ്പുഴയാർ, പെരിഞ്ചാൻ കുറ്റിയാർ, ചെറുതോണിയാർ, ഇടമലയാർ, അതൊക്കെ ഇതിൻ്റെ പോഷക നദികളാണ്. ചെറുതോണിയാർ, ഇടമലയാർ, കട്ടപ്പനയാർ, ഇതൊക്കെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മുല്ലയാറും മുതിരപ്പുഴയാറും പെരിഞ്ചാൻ കുറ്റിയാറും ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ ചെറുതോണിയാർ, ഇടമലയാർ, കട്ടപ്പനയാറൊക്കെ എന്താണ്? പെരിയാറിൻ്റെ പോഷക നദികളാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ പെരിയാറിനെ പറ്റി ഇത്രയും പോയിന്റ്സ് പഠിക്കുക. ഇനി നമുക്ക് ഭാരതപ്പുഴയുടെ നീളവും പഠിക്കണം. കാരണം രണ്ടാമത്തെ വലിയ നദിയാണ്. അപ്പോൾ അതിൻ്റെ നീളം പഠിച്ചിരിക്കണം. എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ആനമലയിൽ നിന്നാണ്. ഇനി കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്നു. നിള, പേരാറ്, പൊന്നാനിപ്പുഴ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. നിള, പേരാറ്, പൊന്നാനിപ്പുഴ, കേരളത്തിൻ്റെ നൈൽ എന്നൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്ന സ്ഥലം, ഭാരതപ്പുഴ ചെന്ന് ചേരുന്നത് എവിടെയാണ്? അറബിക്കടലിലാണ്. അപ്പോൾ ഇത് അറബിക്കടലിൽ പതിക്കുന്ന സ്ഥലം ഏതാ? അതാണ് പൊന്നാനി. അപ്പോൾ പൊന്നാനി തുറമുഖം എവിടെയാണ്? ഭാരതപ്പുഴയുടെ തീരത്തുള്ള തുറമുഖമാണ് പൊന്നാനി തുറമുഖം എന്ന് പറയുന്നത്. ഇനി ഇത് ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം. പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറമാണ് ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകൾ. ഇനി ചിറ്റൂരിൽ ഇതറിയപ്പെടുന്നത്, ഭാരതപ്പുഴ അറിയപ്പെടുന്നത് ശോകനാശിനി പുഴ എന്ന പേരിലാണ്. ചിറ്റൂരിലെ ഭാരതപ്പുഴ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ശോകനാശിനി പുഴ എന്നാണ്. അപ്പോൾ അതങ്ങനെ വിളിച്ചത് ആരാണ്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് മലമ്പുഴ അണക്കെട്ട്. അത് സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. ഇനി കിള്ളിക്കുറിശിമംഗലം, അതാരുടെയാണ്? കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായിട്ടുള്ള കിള്ളിക്കുറിശിമംഗലം ഭാരതപ്പുഴയുടെ തീരത്താണ്. മലമ്പുഴ അണക്കെട്ട് സ്ഥാപിച്ചിട്ടുള്ളത് ഭാരതപ്പുഴയിലാണ്. അതേപോലെ തന്നെ തിരുനാവായ, ഇമ്പോർട്ടൻ്റ് ആണ്. തിരുനാവായ ഏതിൻ്റെ തീരത്താണ്? ഭാരതപ്പുഴയുടെ തീരത്താണ് തിരുനാവായ ഉള്ളത്. മാമാങ്കമൊക്കെ നടക്കുന്ന തിരുനാവായയുടെ തീരത്താണ് എന്ത് നടക്കുന്നത്? മാമാങ്കം. ആ തിരുനാവായ സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ ഉരുക്ക് തടയണ നിർമ്മിക്കുന്നത് ഭാരതപ്പുഴയിലാണ്. ഇനി കേരളത്തിലെ തന്നെ ഏറ്റവും വിസ്തീർണമുള്ള നദീതടം, ഏതാണ്? ഭാരതപ്പുഴയുടെ നദീതടമാണ്. ഇനി നിള എന്നറിയപ്പെടുന്നതാണ് ഭാരതപ്പുഴ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം നിളയുടെ കഥാകാരൻ ആരാണ്? MT വാസുദേവൻ നായരാണ്. അപ്പം നിളയുടെ കവി എന്നറിയപ്പെടുന്നത്, ഇതൊക്കെ പ്രീവിയസ് ആണ്. നിളയുടെ കവി എന്നറിയപ്പെടുന്നത് P. കുഞ്ഞിരാമൻ നായരാണ്. P. കുഞ്ഞിരാമൻ നായരാണ് എന്നുള്ളത് കൂടെ ഓർത്തിരിക്കുക. ഇനി ഇതിൻ്റെ പോഷക നദികൾ, ഭാരതപ്പുഴയുടെ പോഷക നദികളാണ് ഏതൊക്കെ? ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, അതേപോലെ കൽപ്പാത്തിപ്പുഴ. കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ. അപ്പോൾ ഇതിൽ കണ്ണാടിപ്പുഴയും കൽപ്പാത്തിപ്പുഴയും പറളിയിൽ വെച്ചിട്ടാണ് ഭാരതപ്പുഴയോട് ചേരുന്നത്. ഓക്കെ, ഈ കണ്ണാടിപ്പുഴയും കൽപ്പാത്തിപ്പുഴയും പറളിയിൽ വെച്ച് ആരുമായിട്ട് ചേരുന്നു? ഭാരതപ്പുഴയുമായിട്ട് ചേരുന്നു. പറളിയിൽ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഗായത്രിപ്പുഴയാണെങ്കിലോ? ഗായത്രിപ്പുഴ മായന്നൂരിൽ വെച്ചിട്ടാണ് ചേരുന്നത്. മായന്നൂരിൽ വെച്ചിട്ടാണ് ഭാരതപ്പുഴയുമായിട്ട് ചേരുന്നത്. ഈ തൂതപ്പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ്. സൈലന്റ് വാലിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഏത്? തൂതപ്പുഴ എന്ന് പറയുന്നത്. എന്നാൽ സൈലന്റ് വാലിയുടെ ഒഴുകുന്നത് ഏതാ? അത് കുന്തിപ്പുഴയാണ്. മലിനീകരണം കുറഞ്ഞ കേരളത്തിലെ നദിയാണ് കുന്തിപ്പുഴ. അതുപോലെ തന്നെ പാത്രക്കടവ് പദ്ധതി ഉള്ളതും എവിടെയാണ്? കുന്തിപ്പുഴയിലാണ്.
ഓക്കെ, അപ്പോൾ ഈ പോഷക നദികളെല്ലാം പഠിച്ചിരിക്കുക ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഭാരതപ്പുഴയെ പറ്റി ഇത്രയെങ്കിലും അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് പഠിക്കാനാണ് പമ്പ. അപ്പോൾ പമ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ വലിയ നദിയാണ്. അതിൻ്റെ നീളം കൂടെ പഠിച്ചു വയ്ക്കുക, 176. പുളിച്ചിമലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പീരുമേട് പീഠഭൂമിയിലെ പുളിച്ചിമലയിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. ഇത് ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ. പത്തനംതിട്ടയിലൂടെയും ഇടുക്കിയിലൂടെയും ആലപ്പുഴയിലൂടെയൊക്കെയാണ് ഇത് ഒഴുകുന്നത്. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്നു. ഇതൊക്കെ പ്രീവിയസ് ആണ്. ബാരിസ് എന്നറിയപ്പെടുന്നു. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്നു. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദിയാണ്. അതേപോലെ തന്നെ എന്താ, തിരുവിതാംകൂറിൻ്റെ ജീവനാഡി എന്നറിയപ്പെടുന്നത് ഏതാ? പമ്പയാണ്. ഇനി ഹിന്ദു കൺവെൻഷൻ, ചെറുകോൽപ്പുഴ ഹിന്ദു കൺവെൻഷൻ നടക്കുന്നതും, ചെറുകോൽപ്പുഴ ഹിന്ദു മഹാസമ്മേളനമാണത്. സമ്മേളനം നടക്കുന്നത് പമ്പയുടെ തീരത്താണ്. അതുപോലെ തന്നെ മരാമൺ കൺവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മരാമൺ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്തുമത സമ്മേളനമാണ്. ഇത് ക്രിസ്തുമത സമ്മേളനം. മറ്റേത് ഹിന്ദു സമ്മേളനമാണ് ചെറുകോൽപ്പുഴ. അതുപോലെ മരാമൺ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തുമത സമ്മേളനമാണ്. ഇതൊക്കെ നടക്കുന്നത് എവിടെയാണ്? പമ്പയുടെ തീരത്താണ്. അതുപോലെ തന്നെ പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പമ്പയിലാണ്. അതൊക്കെ പ്രീവിയസ് ആണ് കേട്ടോ. ഇനി ശബരിമല സ്ഥിതി ചെയ്യുന്നത് പമ്പയുടെ തീരത്താണ്. പമ്പയുടെ ധാനം എന്നറിയപ്പെടുന്നത് ഏതാ? കുട്ടനാടാണ്. ഇനി പമ്പ നദി പതിക്കുന്നത് എവിടെയാണ്? വേമ്പനാട്ട് കായലിലാണ് എന്ത്? പമ്പാ നദി ചെന്ന് പതിക്കുന്നത്. ഇനി പമ്പാ നദിയുടെ പോഷക നദികൾ പഠിക്കണം. ഏതൊക്കെയാണ്? അച്ചൻ കോവിലാർ, കല്ലാർ, അഴുതയാർ. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. അച്ചൻ കോവിലാർ, കക്കിയാർ, കല്ലാർ, അഴുതയാർ. ഇനി ശബരി ഡാം ചോദിക്കുകയാണ്, അല്ലെങ്കിൽ കക്കാട് ഡാം, ശബരി ഡാം. ഏതൊക്കെയാ? കക്കാട് ഡാം, അതേപോലെ തന്നെ ശബരി ഡാമും കക്കാട് ഡാമും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ഏതിലാ? പമ്പാ നദിയിലാണ്. അപ്പോൾ ഇതിൻ്റെ പോഷക നദി നമ്മൾ പറഞ്ഞു, അച്ചൻ കോവിലാർ, കക്കിയാർ, കല്ലാർ, അഴുതയാർ. അപ്പോൾ ഈ അച്ചൻ കോവിലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്തളം പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദിയാണ് കേട്ടോ. പന്തളം പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദിയാണ് അച്ചൻ കോവിലാർ എന്നുള്ളത് കൂടെ ഓർത്തിരിക്കുക. ഇനി ഈ പമ്പയിൽ നടക്കുന്ന ചില വള്ളംകളികളുണ്ട്. പമ്പാ നദിയിലെ വള്ളംകളികൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാ? ആറന്മുള ഉത്രട്ടാതി വള്ളക്കളി, അതുപോലെ തന്നെ ചമ്പക്കുളം മൂലം, ഇത് ചോദിച്ചിട്ടുള്ളതാണ്. ചമ്പക്കുളം മൂലം വള്ളംകളി, അതുപോലെ രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി, അതേപോലെയുള്ളതാണ് ഉത്രാടം തിരുനാൾ വള്ളംകളി. ഏതൊക്കെയാ? ആറന്മുള, ചമ്പക്കുളം മൂലം, രാജീവ് ഗാന്ധി ട്രോഫി, ഉത്രാടം തിരുനാൾ വള്ളംകളികളൊക്കെ നടക്കുന്നത് എവിടെയാണ്? പമ്പയിലാണെന്നത് കൂടെ ഓർത്തിരിക്കുക. ഇനി ചാലിയാറാണ്. ചാലിയാർ എന്ന് പറഞ്ഞാൽ നാലാമത്തെ വലിയ നദിയാണ്. 169 കിലോമീറ്റർ ആണ് നീളം എന്ന് പറയുന്നത്. ഇനി ഇത് ഉത്ഭവിക്കുന്നത് ഇളമ്പലേരി കുന്നുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ചൂലിക നദി, ബേപ്പൂർ പുഴ, കല്ലായി പുഴ എന്നൊക്കെ അറിയപ്പെടുന്നു. ചൂലിക നദി, ബേപ്പൂർ പുഴ, കല്ലായി പുഴ എന്നൊക്കെ അറിയപ്പെടുന്നു. ഇത് ചെന്ന് പതിക്കുന്നത് എവിടെയാണ്? അറബിക്കടലിലാണ്. അപ്പോൾ അറബിക്കടലുമായി ചേരുന്നത് എവിടെ വെച്ചിട്ടാണ്? ബേപ്പൂർ വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് ബേപ്പൂർ പുഴ എന്ന് വിളിക്കുന്നത്. ബേപ്പൂർ വെച്ചിട്ടാണിത് അറബിക്കടലുമായിട്ട് ചേരുന്നത്. ഇത് ഒഴുകുന്ന ജില്ലകളാണ് വയനാട്, മലപ്പുറം, കോഴിക്കോട്. ഇനി കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദീതീരമാണ്. അതേപോലെ കുഞ്ഞാലിമരയ്ക്കാർ ട്രോഫി വള്ളംകളി നടക്കുന്നത് ഇതിലാണ്. കുഞ്ഞാലിമരയ്ക്കാർ ട്രോഫി വള്ളംകളി നടക്കുന്നത് ചാലിയാർ നദിയിലാണ്. അപ്പോൾ ഇത് പതിക്കുന്നത് എവിടെയാണ്? അറബിക്കടലിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പതിക്കുന്നത് അറബിക്കടലിലാണ് പതിക്കുന്നത്. ഇനി ഇത് ഏറ്റവും കൂടുതൽ മലിനീകരണപ്പെട്ട നദിയാണ്. കേരളത്തിൽ മലിനീകരണം കൂടിയ നദിയാണ്.
മലിനീകരണം കൂടിയ നദിയാണ്. എന്നാൽ മലിനീകരണം കുറഞ്ഞത്, നേരത്തെ ഞാൻ പറഞ്ഞു മലിനീകരണം കുറഞ്ഞത് ഏതാണ്? കുന്തിപ്പുഴയാണ്. കുന്തിപ്പുഴ അത് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴയാണ് കുന്തിപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴയാണ്. ഇനി പാത്രക്കടവ് പദ്ധതി ആരംഭിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന പുഴ, പാത്രക്കടവ് പദ്ധതി. ഓക്കെ, പാത്രക്കടവ് പദ്ധതി കുന്തിപ്പുഴയിലാണ്. ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട നദിയാണ് ഇതെന്ന് പറഞ്ഞു. അപ്പോൾ വായുജല മലിനീകരണത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ ലഹള, വായുജല മലിനീകരണത്തിനെതിരായിട്ട് കേരളത്തിൽ നടന്ന ആദ്യ ലഹളയാണ് ചാലിയാർ ലഹള. അപ്പോൾ അതിന് നേതൃത്വം നൽകിയത് ആരാ? KA റഹ്മാനാണ്. KA റഹ്മാൻ. ഇനി ഈ ചാലിയാറിൻ്റെ മലിനീകരണത്തിന് കാരണമായിട്ടുള്ള ഫാക്ടറിയാണ്, മലിനീകരണത്തിന് കാരണമായിട്ടുള്ള ഫാക്ടറി ഏതാണ്? ഗ്വാളിയോർ റയോൺസ് മാവൂരാണ്. ഇനി ഇതിൻ്റെ പോഷക നദികൾ പഠിക്കുക. ചാലിയാറിൻ്റെ പോഷക നദികൾ ഏതൊക്കെയാ? ഇരുവഴിഞ്ഞിപ്പുഴ. ഓക്കെ, ഇരുവഴിഞ്ഞിപ്പുഴ. അതുപോലെ തന്നെ ചെറുപുഴ, കരിമ്പുഴ, പുന്നപ്പുഴ, ചാലിപ്പുഴ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പുന്നപ്പുഴ, ചാലിപ്പുഴ, കരിമ്പുഴ, ഈ ഇരുവഴിഞ്ഞിപ്പുഴ, പിന്നെ ചെറുപുഴ ഒക്കെ ആരുടെ പോഷക നദികളാണ്? ചാലിയാറിൻ്റെ പോഷക നദികളാണ്. ഇനി ചാലക്കുടിപ്പുഴയാണ്. ചാലക്കുടിപ്പുഴ ഇത് ചോദിച്ചിട്ടുണ്ട്. ലെങ്ത്ത് എത്രയാണ്? 145.5 145.5 അതിൻ്റെ ലെങ്ത്ത്. എവിടെ നിന്നാണ് അത് ഉത്ഭവിക്കുന്നത്? ആനമലയിൽ നിന്നാണ് എന്ത് ഉത്ഭവിക്കുന്നത്? ചാലക്കുടിപ്പുഴ ഉത്ഭവിക്കുന്നത്. ഒഴുകുന്ന ജില്ലകളാണ് പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം. ഇനി ജൈവവൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദി, ഇമ്പോർട്ടൻ്റ് ആണ്. ജൈവവൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദി. അതേപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദി ചോദിച്ചിട്ടുള്ളതാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദി. ഇനി അതേപോലെ തന്നെ ഏക ഓക്സ്ബോ തടാകം, കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം എവിടെയാണ് ചോദിച്ചിട്ടുള്ളതാണ്. കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം എന്ന് പറയുന്നത് ചാലക്കുടിപ്പുഴയിലെ വൈന്തല. ഓക്കെ, ചാലക്കുടിപ്പുഴയിലെ വൈന്തലയിലാണ് എന്തുള്ളത്? ഓക്സ്ബോ തടാകം, ഏക ഓക്സ്ബോ തടാകം. കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ്. ഇനി പെരിങ്ങൽകുത്ത് ഷോളയാർ ജലവൈദ്യുത പദ്ധതി. പെരിങ്ങൽകുത്ത് ചോദിച്ചിട്ടുണ്ട്. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി എവിടെയാണ്? ചാലക്കുടിപ്പുഴയിലാണ്. ഷോളയാറും ചാലക്കുടിപ്പുഴയിലാണ്. ഇത് പതിക്കുന്ന കായൽ, ഈ ചാലക്കുടിപ്പുഴ ചെന്ന് പതിക്കുന്ന കായലാണ് കൊടുങ്ങല്ലൂർ കായൽ. ഇനി ഇതിൻ്റെ പോഷക നദികൾ, ചാലക്കുടിപ്പുഴയുടെ പോഷക നദികൾ ഏതൊക്കെയാ? പറമ്പിക്കുളം ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഷോളയാറ്, കാരപ്പാറ, പിന്നെ കുരിയാർ കുട്ടിയാർ. ഓക്കെ, കാരപ്പാറ, കുരിയാർ കുട്ടിയാർ, ഷോളയാർ, പറമ്പിക്കുളം ഇതൊക്കെ എന്താണ്? ചാലക്കുടിപ്പുഴയുടെ പോഷക നദികളാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പുഴ നോക്കാം. ഏതാ? നെയ്യാറാണ്. ഇനി അടുത്ത നദി നെയ്യാറാണ്. നെയ്യാർ ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിലെ അഗസ്ത്യമലയിൽ നിന്നാണ്. 56 കിലോമീറ്ററാണ് നീളം. 56 കിലോമീറ്ററാണ് നീളം. നെയ്യാർ ചെന്ന് പതിക്കുന്നത് എവിടെയാണ്? അറബിക്കടലിലാണ് നെയ്യാർ ചെന്ന് പതിക്കുന്നത്. അപ്പോൾ ഈ മരക്കുന്നം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറിലാണ്. അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്നതും നെയ്യാറിലാണ്. അത് ചോദിച്ചിട്ടുള്ളതാണ്. അരുവിപ്പുറം, മരക്കുന്നം ദ്വീപ് സ്ഥിതി ചെയ്യുന്നതും നെയ്യാറിലാണ്. ഇനി നെയ്യാറിൻ്റെ പോഷക നദികൾ ചോദിച്ചിട്ടുണ്ട്. കല്ലാറും കരവലിയാറുമാണ്. കല്ലാറ് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. കല്ലാറ്, പിന്നെ കരവലിയാർ എന്നൊക്കെ പറയുന്നത് നെയ്യാറിൻ്റെ പോഷക നദികളാണ്. നെയ്യാറിലാണ് മരക്കുന്നം ദ്വീപും അരുവിപ്പുറം ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? നെയ്യാറിലാണ്. ലെങ്ത് പഠിക്കുക. 56 കിലോമീറ്റർ. എവിടുന്നാണ് ഉത്ഭവിക്കുന്നത്? അഗസ്ത്യമലയിൽ നിന്നാണ്. ഇനി മഞ്ചേശ്വരം പുഴ. ഏറ്റവും ചെറിയ പുഴയാണ് മഞ്ചേശ്വരം. നമ്മൾ പറഞ്ഞു ഏറ്റവും ചെറിയ പുഴയാണ് മഞ്ചേശ്വരം പുഴ. 16 കിലോമീറ്ററേ ഉള്ളൂ. എവിടുന്നാണ് ഉത്ഭവിക്കുന്നത്? ബാലപ്പൂണി കുന്നുകൾ, കാസർഗോഡ് നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഏത്? മഞ്ചേശ്വരം പുഴ. ഇനി മഞ്ചേശ്വരം പുഴ ചെന്ന് പതിക്കുന്നത് എവിടെയാ? ഉപ്പള കായലിലാണ് കേട്ടോ.
ഉപ്പള കായലിലാണ് ചെന്ന് പതിക്കുന്നത്. ഇനി തലപ്പാടിപ്പുഴ എന്നറിയപ്പെടുന്നു. തലപ്പാടിപ്പുഴ ഇത് മഞ്ചേശ്വരം എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുതുമാണ്, അതുപോലെ തന്നെ വടക്കേ അറ്റത്തുള്ളതുമാണ്. വടക്കേ അറ്റത്തുള്ള നദിയുമാണ് തലപ്പാടി. അതുകൊണ്ട് തലപ്പാടി ഏറ്റവും വടക്കേ അറ്റം തലപ്പാടിപ്പുഴ എന്നറിയപ്പെടുന്നത് അതുകൊണ്ട് ഏതാ മഞ്ചേശ്വരം പുഴയാണ് തലപ്പാടിപ്പുഴ എന്നറിയപ്പെടുന്നത്. ഇനി മയ്യഴിപ്പുഴ അല്ലെങ്കിൽ മാഹിപ്പുഴ നമ്മൾ അതിനെ വിളിക്കാറുണ്ട്. 54 കിലോമീറ്റർ ആണ്. എവിടുന്ന് ഉത്ഭവിക്കുന്നത്? പശ്ചിമഘട്ടത്തിലെ വയനാട് കുന്നുകളിൽ നിന്നാണ്. ഉത്ഭവിക്കുന്നത്. ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നുണ്ട്. കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഇത് ചെന്ന് പതിക്കുന്ന കടൽ ഏതാ? അറബിക്കടലിലാണ് ചെന്ന് പതിക്കുന്നത്. മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം മുകുന്ദനാണ് മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത്. ഇനി മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് IK കുമാരൻ മാസ്റ്ററാണ്. കുമാരൻ മാസ്റ്ററാണ് മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇത് മാഹി പുഴ എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട് നമ്മൾ പറഞ്ഞില്ലേ, മാഹി പുഴ എന്ന്. അതായത് ഇത് തലശ്ശേരിയെയും അതുപോലെ തന്നെ മാഹിയെയും തമ്മിൽ വേർതിരിക്കുന്ന നദിയാണ്. അതുകൊണ്ടാണ് ഇത് മാഹി നദി എന്നുകൂടെ അറിയപ്പെടുന്നുണ്ട്. കേരളത്തിൻ്റെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നു. തലശ്ശേരിയും മാഹിയെയും തമ്മിൽ വേർതിരിക്കുന്ന നദിയുമാണ് മയ്യഴി പുഴ. ഇനി കൊടങ്ങരപ്പള്ളം പുഴ പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതാണ്. ഇത് ഒഴുകുന്ന കേരളത്തിലെ പ്രദേശമാണ് അട്ടപ്പാടി. ഒഴുകുന്ന കേരളത്തിലെ പ്രദേശമാണ് അട്ടപ്പാടി. അതായത് 1/4 നൂറ്റാണ്ട് മുമ്പ് വറ്റിവരണ്ടു പോയ അട്ടപ്പാടിയിലെ ഏത് പുഴയാണ് ഒഴുക്ക് വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് 1/4 നൂറ്റാണ്ട് മുമ്പ് അട്ടപ്പാടിയിലൂടെ ഒഴുകിയിരുന്ന പുഴയാണ്, അത് വറ്റിവരണ്ട് പോയി, അതിപ്പോൾ വീണ്ടും അതിൻ്റെ ഒഴുക്ക് വീണ്ടെടുക്കുകയാണ്. അപ്പോൾ ആ പുഴയാണ് കൊടങ്ങരപ്പള്ളം പുഴ എന്ന് പറയുന്നത്. ഇനി ഇത് ഒഴുകി എത്തിച്ചേരുന്ന പുഴ എവിടെയാ? ഭവാനിപ്പുഴയിലാണ് ഇത് എത്തിച്ചേരുന്നത്. ഇനി ഇതിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെയാ? ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾമുടിയാണ്. പെരുമാൾമുടിയിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. ഇനി അടുത്താണ് കല്ലടയാർ. അപ്പോൾ ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത്, പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഒക്കെ എവിടെയാ? കല്ലടയാറിലാണ്. അപ്പോൾ അതിൻ്റെ കല്ലടയാറിൻ്റെ പതനസ്ഥാനം അഷ്ടമുടി കായലാണ് കേട്ടോ. കൊല്ലത്താണിത്. അപ്പോൾ അഷ്ടമുടി കായലാണ്. പോഷക നദികൾ ഏതൊക്കെയാ? കുളത്തുപുഴ, ചെന്തുരുണി, കൊല്ലത്തുള്ളതല്ലേ ചെന്തുരുണി, കൽത്തുരുത്തി. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കുക. അഷ്ടമുടി കായലിലാണ് ചെന്ന് പതിക്കുന്നത്. പുനലൂർ തൂക്കുപാലവും പാലരുവി വെള്ളച്ചാട്ടവും ഒക്കെ കല്ലടയാറിലാണ്. ഇതിൻ്റെ പോഷക നദികളായിട്ട് കുളത്തുപുഴയും ചെന്തുരുണിയും ഓർത്തിരിക്കുക. കുളത്തുപുഴ, ചെന്തുരുണി. ഇനി ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അഞ്ചരക്കണ്ടി പുഴയിലാണ്. അതെവിടെയാണ്? കണ്ണൂരാണ്. ധർമ്മടം ദ്വീപ്, അഞ്ചരക്കണ്ടി പുഴ, കണ്ണൂര്. ചന്ദ്രഗിരി പുഴ, പയസ്വിനി എന്നറിയപ്പെടുന്നതാണ് നമ്മുടെ ചന്ദ്രഗിരി പുഴ. യു ആകൃതിയിൽ കാസർഗോഡ് ജില്ലയെ ചുറ്റി ഒഴുകുന്ന നദിയാണ്. യു ആകൃതിയിൽ കാസർഗോഡ് ജില്ലയെ ചുറ്റി ഒഴുകുന്ന നദി. കാസർഗോഡ് ജില്ലയെ ചുറ്റി ഒഴുകുന്ന നദിയാണ്. ഇനി മഞ്ഞ നദി എന്നും അതുപോലെ തന്നെ മൂരാട് പുഴ എന്നറിയപ്പെടുന്നതും എന്താണ്? കുറ്റ്യാടിപ്പുഴയാണ് മഞ്ഞ നദി, മൂരാട് പുഴ എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇനി നമുക്കറിയാം എന്താ? ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്നത് ഏതാ? ചീങ്കണ്ണിപ്പുഴയാണ്. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്നത് ചീങ്കണ്ണിപ്പുഴയാണ്. ഇനി മീൻവല്ലം പദ്ധതി സ്ഥിതി ചെയ്യുന്ന പുഴ തൂതപ്പുഴയാണ്. മീൻവല്ലം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? തൂതപ്പുഴയിലാണ്. ഇനി കേരളത്തിൽ നിന്ന്
ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് പോകുന്നത്. കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് പോകുന്ന നദിയാണ് ഏതെന്ന് പറയുന്നത്? കബനി. കബനി എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ നേരെ തിരിച്ച് എന്താണ്? കർണാടകത്തിൽ നിന്ന് കർണാടകത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് കേരളത്തിലേക്ക് കേരളത്തിലേക്ക് ഒഴുകുന്ന നദി ഏതാണ്? അത് വളപട്ടണമാണ്. വളപട്ടണം. കർണാടകത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് കേരളത്തിലേക്ക് ഒഴുകുന്ന പ്രമുഖ നദിയാണ് വളപട്ടണം. അപ്പോൾ അതും കൂടെ ഓർത്തിരിക്കുക. ഇനി കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ നോക്കാം. കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എണ്ണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്? 3 നദികളാണ്. കബനി, ഭവാനി, പാമ്പാർ. കബനി, ഭവാനി, പാമ്പാർ. അപ്പോൾ കബനി എന്ന് പറയുമ്പോൾ അതിൻ്റെ നീളം എത്രയാണ്? 240 കിലോമീറ്റർ ആണ്. 56.6 കിലോമീറ്റർ ആണ് കേരളത്തിലെ നീളം. ഇത് കേരളത്തിലെ നീളമാണ് കേട്ടോ. കേരളത്തിലെ നീളം എന്ന് പറയുന്നത് 56.6 കിലോമീറ്റർ ആണ്. ഉത്ഭവിക്കുന്നത് എവിടെയാണ്? വയനാടിലെ തൊണ്ടാർമുടിയിൽ നിന്നാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. വയനാടിലെ തൊണ്ടാർമുടിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. കുറുബ ദ്വീപ്, ബാണാസുര സാഗർ ഡാം ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് കബനിയിലാണ്. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കബനിയുടെ നീളം, തൊണ്ടാർമുടി വയനാടിൽ നിന്ന് ഉത്ഭവിക്കുന്നു. കുറുവ ദ്വീപ്, ബാണാസുര സാഗർ ഡാം ഒക്കെ സ്ഥിതി ചെയ്യുന്നത് കബനിയിലാണ്. ഇനി കപില എന്നറിയപ്പെടുന്നത് കബനിയാണ്. കപില എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ മാനന്തവാടി പുഴ എന്നറിയപ്പെടുന്നു. മാനന്തവാടി പുഴ. കപില എന്നറിയപ്പെടുന്നു. മാനന്തവാടി പുഴ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? കബനിയാണ്. ഇനി കബനി നദി എവിടെ ചെന്നാണ് പതിക്കുന്നത്? കാവേരി, കർണാടകത്തിലാണ്. കാവേരി, കർണാടകത്തിൽ വെച്ചിട്ട് കാവേരിയുമായിട്ട് ചേരുകയാണ് ചെയ്യുക. കർണാടകത്തിൽ വെച്ചിട്ട് കാവേരിയുമായിട്ട് ചേരുന്നു. അപ്പോൾ കബനി നദി കാവേരിയുമായിട്ട് ചേരുന്ന സ്ഥലം ഉണ്ടോ? ഈ കാവേരിയുമായിട്ട് ചേരുന്ന സ്ഥലമാണ് തിരുമക്കുടൽ. കാവേരിയുമായി ചേരുന്ന സ്ഥലമാണ് തിരുമക്കുടൽ എന്ന് പറയുന്നത്. ഇനി നാഗർഹോള ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? കബനി നദിയുടെ തീരത്താണ്. നാഗർഹോള ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് കബനി നദിയിലാണ്. കബനി നദിയുടെ തീരത്താണ്. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് എവിടുന്ന ഉത്ഭവിക്കുന്നത്? കണ്ടോ? വയനാട്. കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് എവിടെയാണ് പോയി ചേരുന്നത്? കർണാടകയിൽ കാവേരിയിൽ പോയി ചേരുവാണ് ചെയ്യുന്നത്. അതായത് കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് കർണാടകയിലേക്ക് ഒഴുകുന്ന നദിയാണ് കബനി. നേരെ തിരിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കർണാടകത്തിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലേക്ക് വരുന്നത് വളപട്ടണമാണ്. ഇനി അടുത്തതാണ് ഭവാനി എന്ന് പറയുമ്പോൾ 217 കിലോമീറ്റർ ആണ് ഭവാനിയുടെ നീളം. 217 കിലോമീറ്റർ. കേരളത്തിലെ നീളമാണ് 37.5 കിലോമീറ്റർ. കേരളത്തിലെ നീളം 37.5 കിലോമീറ്റർ ആണ്. ഭവാനിയുടെ ഉത്ഭവം എവിടുന്ന? നീലഗിരിയിൽ നിന്നാണ്. നീലഗിരിയിൽ നിന്നാണ്. ഇനി ഇത് ഒഴുകുന്നത് ഏതിലൂടെയാണ്? ഒഴുകുന്ന ജില്ല പാലക്കാടാണ്. ഇമ്പോർട്ടൻ്റ്. ഒഴുകുന്ന ജില്ല പാലക്കാടാണ്. ഇതെവിടെയാണ്? പാലക്കാടാണ്. ഇനി ഇതിൻ്റെ പതനസ്ഥാനം എവിടെയാണ്? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കബനി ചെന്ന് പതിക്കുന്നത് കർണാടകത്തിൽ വെച്ച് കാവേരിയുമായിട്ടാണ്. പക്ഷെ ഭവാനി ചെന്ന് പതിക്കുന്നത് കാവേരിയിൽ തന്നെയാണ്. പക്ഷെ എവിടെ വെച്ച്? തമിഴ്നാടിൽ വെച്ചിട്ട് കാവേരിയുമായിട്ട് ചേരുകയാണ് ചെയ്യുക. ഇനി മുക്കാലിത്തടയണ സ്ഥിതി ചെയ്യുന്ന നദി ഭവാനിയാണ്. മുക്കാലിത്തടയണ സ്ഥിതി ചെയ്യുന്ന നദി എവിടെയാണ്? ഭവാനിയാണ്. ഇനി ഭവാനിയുടെ പോഷക നദികൾ. അപ്പോൾ പ്രധാനപ്പെട്ട പോഷക നദി എന്ന് പറയുന്നത് ശിരുവാണിയാണ് പ്രധാനപ്പെട്ട പോഷക നദി. ഇനി അതല്ലാതെ ഒരെണ്ണം കൂടിയുണ്ട്. അതാണ് എന്ത്? വരയാർ എന്ന് പറയുന്ന പോഷക നദി കൂടെ അതിനുണ്ട്. പ്രധാനപ്പെട്ടത് ശിരുവാണിയാണ്. അപ്പോൾ ശിരുവാണി എന്ന് പറഞ്ഞാൽ ഏതിലൂടെ ഒഴുകുന്നത്? അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ്. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ് എന്ത്? ശിരുവാണി എന്ന് പറയുന്നത്. അപ്പോൾ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന കേരളത്തിലെ അണക്കെട്ട് അണക്കെട്ടാണ് ശിരുവാണി അണക്കെട്ട്. എല്ലാം പ്രീവിയസ് ആണ് കേട്ടോ. അപ്പോൾ ഭവാനി ഒഴുകുന്നത് പാലക്കാടാണ്. ചെന്ന് പതിക്കുന്നത് തമിഴ്നാട്ടിൽ വെച്ചിട്ട് കാവേരിയിലാണ്. മുക്കാലിത്തടയണ ഭവാനിയിലാണ്. ഇനി പോഷക നദികൾ ശിരുവാണി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പ്രീവിയസ് ആണ്. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ് ശിരുവാണി. ഇനി ശിരുവാണി കോയമ്പത്തൂരിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന കേരളത്തിലെ അണക്കെട്ടാണ് ശിരുവാണി അണക്കെട്ട്. അതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്.
ഇനി പാമ്പാറാണ് കിഴക്കോട്ട് ഒഴുകുന്നതിൽ ഏറ്റവും ചെറിയ നദി. ഇമ്പോർട്ടൻ്റ് ആണ്. കിഴക്കോട്ട് ഒഴുകുന്നതിൽ ഏറ്റവും ചെറുത് പാമ്പാറാണ്. അതിൻ്റെ നീളം 31 കിലോമീറ്ററേ ഉള്ളൂ. കേരളത്തിലെ നീളമാണ് 25 കിലോമീറ്റർ. കേരളത്തിലെ നീളമാണ് 25 കിലോമീറ്റർ. എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ബെൻമൂറിൽ നിന്നാണ്. ദേവികുളം താലൂക്ക് ഇടുക്കിയിലെ ദേവികുളം താലൂക്കിലെ ബെൻമൂറിൽ നിന്നാണ് എന്ത് ഉത്ഭവിക്കുന്നത്? പാമ്പാറ് ഉത്ഭവിക്കുന്നത്. എന്നിട്ട് അത് ചെന്ന് പതിക്കുന്നത് എവിടെയാണ്? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കാവേരിയിലാണ്. എവിടുത്തെ കാവേരി? തമിഴ്നാടിൽ വെച്ചിട്ട്. അപ്പോൾ കബനി മാത്രമാണ് കർണാടകയിൽ വെച്ചിട്ട് കാവേരിയുമായിട്ട് ചേരുന്നത്. ഭവാനിയും പാമ്പാറും ഒക്കെ തമിഴ്നാട്ടിൽ വെച്ചിട്ട് കാവേരിയുമായിട്ട് ചേരുകയാണ് ചെയ്യുന്നത്. ഇനി തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പാമ്പാറിലാണ്. ഇനി പാമ്പാർ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് തലയാർ. ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. പാമ്പാർ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് തലയാർ എന്ന് പറയുന്നത്. തലയാർ. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്നത് ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ എന്ന് പറയുന്നത്. ഇനി പാമ്പാറിൻ്റെ പോഷക നദികൾ ഏതൊക്കെയാ? ഇരവിക്കുളം, അത്ര ചോദിച്ചിട്ടില്ല എന്നാലും നോട്ട് ചെയ്ത് വയ്ക്കുക. ഇരവിക്കുളം, പിന്നെ ഏതാണ്? മയിലാടി, തീർത്ഥമല, തേനാർ. ഏതൊക്കെയാ? ഇരവിക്കുളം, മയിലാടി, തീർത്ഥമല, തേനാർ എന്ന് പറയുന്ന പോഷക നദികളൊക്കെ ആരുടെയാണ്? പാമ്പാറിൻ്റെയാണ്. ബാക്കി പറഞ്ഞ പോയിന്റ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. തലയാർ ചോദിച്ചിട്ടുള്ളതാണ്, തൂവാനം വെള്ളച്ചാട്ടം ചോദിച്ചിട്ടുള്ളതാണ്, ചിന്നാർ ചോദിച്ചിട്ടുള്ളതാണ്, പതനസ്ഥാനം ചോദിച്ചിട്ടുള്ളതാണ്, ഉത്ഭവസ്ഥലവും ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉത്ഭവവും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ നദികളെ പറ്റിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ നദികളുടെ പ്രീവിയസ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത പോയിന്റ്സ് മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. എല്ലാ പോയിന്റും ഒരു പോയിന്റ് പോലും വിടാതെ പഠിക്കാം. ഇപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.